ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വിറ്റെക്സ് മീഡിയ. അതായത് നമ്മുടെ വിജയുടെ ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ള ജനനായകൻ്റെ ട്രെയിലർ ലോഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മൈ തോട്ട്സ് എന്നുള്ള കൺസെപ്റ്റാണ്. നമുക്കറിയാം, വിജയ് ഇപ്പം രാഷ്ട്രീയത്തിലൊക്കെയാണ്. പുള്ളി പൊളിറ്റിക്സിലിറങ്ങിയിട്ട് പുള്ളി ഇനി സിനിമയൊന്നും ചെയ്യുന്നില്ല എന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ പുള്ളിയുടെ അവസാന സിനിമയുടെ ട്രെയിലറാണ് നമുക്കിപ്പം നമ്മുടെ മുന്നിൽ വന്നിട്ടുള്ളത്. അതായത് ഇനി നമുക്കിങ്ങനെ ഒരു അവസരമില്ല. അപ്പോൾ അതെന്താണ് ഇത്ര പ്രത്യേകത എന്ന് ചോദിച്ചാൽ നമുക്കറിയാനായിട്ട് സാധിക്കും. കുറേ വർഷങ്ങളായിട്ട് വിജയ് സിനിമ ഉണ്ടാക്കുന്ന ഒരു കോളിളക്കം, ഒരു ഇമ്പാക്റ്റ് സിനിമാ മേഖലയിലുള്ളവർക്കായാലും പ്രേക്ഷകർക്കുള്ളതായിട്ടും എത്ര നാളുകൊണ്ട് നമ്മൾ ഇത് അനുഭവിച്ചിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 90s കിഡ്സിനൊക്കെ അവരുടെ കുട്ടിക്കാലത്തുള്ള അവരുടെ ലൈഫിൻ്റെ ഒരു ഭാഗം തന്നെയായിരുന്നു ശരിക്കും വിജയ് സിനിമകൾ. അപ്പം നമ്മളെ കുറേ കോളനി പടങ്ങൾ, ചിലർ പറയും വാണപ്പടങ്ങൾ എന്ന് പറയും എന്നൊക്കെ പറയുമെങ്കിലും അവരുടെയൊക്കെ ലൈഫിൻ്റെ ഒരു ഭാഗം തന്നെയായിരുന്നു ഒരു കാലത്ത് വിജയ് സിനിമകൾ എന്ന് പറയുന്നത്. വിജയിയുടെ സിനിമകളുടെ ഇല്ലാത്ത ഗാനമേളകൾ, പരിപാടികളൊക്കെ നമുക്ക് കാണാൻ തന്നെ സാധിക്കില്ല കേരളത്തിലാണെങ്കിൽ പോലും. പുള്ളിയുടെ ഡാൻസ്, അതുപോലെ തന്നെ പുള്ളിയുടെ ഡയലോഗ് ഡെലിവറികൾ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെല്ലാവരും ആഘോഷിച്ചിട്ടുള്ളതാണ്. അപ്പം അങ്ങനെയുള്ളൊരവസരത്തിൽ ആ ഒരു സമയം, ആ ഒരു ടൈം തീരാൻ പോവുകയാണെന്നുള്ള രീതിയിലാണ് പുള്ളിയുടെ ഈ അടുത്ത കാലത്തെ പ്രഖ്യാപനങ്ങളും ഈ ട്രെയിലറൊക്കെ നമുക്കത് പറഞ്ഞു തരുന്നത് എന്നുള്ളതാണ്. പക്ഷേ കുറേ ആളുകൾ പറയുന്നുണ്ട് അങ്ങനെയല്ല, പുള്ളി തിരിച്ചു വരും. ഇതിൻ്റെ മുമ്പ് രജനീകാന്ത് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നുന്നു, ഞാൻ ഇനി സിനിമയിൽ അഭിനയിക്കുന്നില്ല അങ്ങനെയൊക്കെ. പക്ഷേ നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം അദ്ദേഹം തിരിച്ചു വരണം എന്ന് തന്നെയാണ് എന്നുള്ളതാണ്. അപ്പം സിനിമയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു ട്രെയിലറാണ് വന്നിട്ടുള്ളത്. അപ്പം അതിൻ്റെ റീമേക്കാണെന്നൊക്കെ ആൾക്കാർ പറഞ്ഞു. ഞാൻ ഈ ഭഗവത് കേസരി എന്ന് പറയുന്ന ആ ബാലയ്യയുടെ സിനിമ ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ച് ഈ സിനിമ ഒരു പുതിയ അനുഭവമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ട്രെയിലർ കൊള്ളാം, കണ്ടതിൽ വെച്ച് മോശമാക്കിയിട്ടില്ല. ഒരു പുള്ളിയുടെ ഒരു സ്വാഗും ആ ഓറയും ഫൈറ്റ് സീക്വൻസൊക്കെ രസമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറേ കത്തിയായിട്ടുള്ള കുറച്ച് രംഗങ്ങളുണ്ട്. ഒരു റോബോട്ടിനെയൊക്കെ കാണിക്കുന്നുണ്ട്. അത് എന്താണെന്ന് എനിക്ക് വ്യക്തമായില്ല. ഇനി വിജയ് ആണോ ഇനി റോബോട്ടിനെ നിയന്ത്രിക്കുന്നത്, അതോ വിജയും റോബോട്ടും തമ്മിലുള്ള ആക്ഷൻ സീക്വൻസ് ഒക്കെ ആണോ എന്നുള്ള കാര്യത്തിലേക്ക് സിനിമ ഇറങ്ങേണ്ടി വരും. ട്രെയിലർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും സ്റ്റോറി എങ്ങനെയാണ്. ഒരു തങ്കച്ചിപ്പാസം, അത് വിജയുടെ മെയിൻ ഐറ്റമായിട്ടുള്ള രക്ഷകൻ പരിവേഷം, അതുപോലെ തങ്കച്ചിപ്പാസം, മകൾ പാസമൊക്കെ സിനിമയിലുണ്ട് എന്ന് തോന്നുന്നു. ഭഗവത് കേസരി കണ്ടവർക്ക് കുറച്ചും കൂടെ ഒക്കെ അത് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ട് തന്നെ ഈ സിനിമ ഒരു പുതിയ അനുഭവം തന്നെയായിരിക്കും. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ലാസ്റ്റ് പടമാണ് വിജയുടെ. ചിലപ്പം ഇനിയും പടങ്ങൾ വരാം. എന്നിരുന്നാലും ഇപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ ലാസ്റ്റ് പടമാണ്. അപ്പം ആ പടം നമുക്ക് എല്ലാവർക്കും തിയേറ്ററിൽ തന്നെ പോയിരുന്ന് പടം കണ്ട് ആസ്വദിച്ചത് വിജയിപ്പിക്കുക എന്നുള്ളതാണ് അതിൻ്റെ മെയിൻ റീസൺ. ഞാൻ എന്തായാലും ഫസ്റ്റ് ഷോ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒരു വിജയ് പടത്തിൻ്റെ ഒരു എൻജോയ്മെൻറ്റ് നമ്മൾ അവസാനമായിട്ട് അനുഭവിക്കാൻ പോവുകയാണ്. തിയേറ്ററിൽ കൂക്ക് വിളിച്ച് കൈയടിച്ച് പേപ്പർ വാരി എറിയുന്നു. നമ്മളതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പം മറ്റേ തലച്ചോറ് വെളിയിൽ വെച്ചകത്ത് കയറണമെന്ന് പറഞ്ഞാൽ വഫ ടീം പോലെയൊന്നും അല്ല കേട്ടോ. നമ്മൾ വന്ന് അങ്ങനെ അറുമാദിക്കുകയാണ്. അതാ വിജയ് പടം അങ്ങനെയാണ്. അതൊരു പ്രത്യേകതയാണ്. ഇപ്പം നമ്മളിപ്പം ഏറ്റവും കൂടുതലും നമുക്ക് തിയേറ്ററിൽ മിസ്സാവാൻ പോകുന്ന ഒരു സാധനം എന്താണ്? വിജയുടെ ടൈറ്റിൽ കാർഡ് തന്നെ ആയിരിക്കും. രജനീകാന്തിന് ശേഷം ഏറ്റവും ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടൊക്കെ അവസാന കുറച്ച് സിനിമകളിലൊക്കെ ടൈറ്റിൽ കാർഡ് കാണിക്കുമ്പോഴുള്ള ആ ഒരു ഗൂസ് ബംപ് ഉണ്ടല്ലോ, അത് സംഭവം തന്നെയാണ്. അപ്പോൾ അത് നമുക്ക് തിയേറ്ററിലായിട്ട് അവസാനമായിട്ട് കാണാൻ പോകുന്ന ഒരു ചാൻസാണ് ഈ വരുന്ന 9-ാം തീയതി ഉള്ളതെന്ന് പറയുന്നത്. അപ്പം വെയിറ്റിംഗ് ആണ് വിജയ് പടത്തിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം വിജയുടെ സിനിമയുടെ റിവ്യൂവുമായിട്ട് അന്ന് തന്നെ നമ്മൾ വീണ്ടും കാണുന്നതായിരിക്കും. അതുവരേക്കും ബൈ.